ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്കൊരു മുരിങ്ങയ്ക്ക ചക്കക്കുരു മാങ്ങ ഇട്ടൊരു കറിയാണേ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ സീസണാണ് അല്ലേ? ചക്ക, മാങ്ങ, മുരിങ്ങയ്ക്ക, ഇതിൻ്റെ എല്ലാ സീസണാണ്. നമുക്ക് ആ ഒരു സീസൺ ടൈമിൽ ഇതൊക്കെ വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിട്ട് നമുക്ക് ഇന്നൊരു ചോറിനൊക്കെ കഴിക്കാവുന്ന ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാവേ. ഇതിപ്പോൾ ഒരു മാങ്ങയാണ്, കുറച്ച് മുരിങ്ങയ്ക്ക, ഒരു 2 മുരിങ്ങയ്ക്കയുണ്ട്, 4 പച്ചമുളക്, കുറച്ച് ചക്കക്കുരു. ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെറിയൊരു മുറി തേങ്ങയുണ്ട്. നമ്മൾ ഈ ചക്കക്കുരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് അരയ്ക്കുമ്പോൾ ഒരു ഇത് വലിയൊരു വെളുത്തുള്ളി, അതുകൊണ്ട് അതിന് ഒരെണ്ണം ഇടുന്നത്. നമ്മുടെ നാടൻ ടൈപ്പ് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 2-3 എണ്ണം ചേർത്തേക്കണേ. ഇത് വലുതായുണ്ട് ഒരെണ്ണം ഇട്ടേക്കുന്നത്. ഒരു വെളുത്തുള്ളി ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുക്കണേ. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിക്കണേ. ഇതിലേക്ക് നമുക്ക് ഈ ചക്കക്കുരു ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് വേവിക്കണേ. കാരണം ചക്കക്കുരുവിന് നല്ല വേവായിരിക്കുമേ. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചക്കക്കുരു ഞാൻ ആദ്യം ഒന്ന് ഒരു 5 മിനിറ്റ് വേവിക്കാം, എന്നിട്ട് ഞാൻ മുരിങ്ങയ്ക്കായ ഇട്ട് കൊടുക്കത്തുള്ളേ. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഈ ചക്കക്കുരു ഇവിടെ വെച്ചിട്ട് 5 മിനിറ്റായേ. ചില ചക്കക്കുരു പെട്ടെന്ന് വേവുവേ, ചിലതിന് കുറച്ച് വേവുണ്ട്. അത് ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തെ വെച്ചതേ. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്കായും ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കും. പച്ചമുളകും കൂടെ ഇടണേ. സ്വല്പം കൂടെ വെള്ളം വേണം. ഈ 5 മിനിറ്റ് ഇത് വേവിച്ചപ്പോഴത്തേനെ കുറച്ച് വെള്ളം കുറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഈ ചക്കക്കുരു മാങ്ങയുടെയൊക്കെ ഒരു സീസൺ ആണല്ലോ. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക, അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു സിപ്പൗച്ചിനകത്ത് വെച്ച് ഫ്രീസറിലൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്കത് ഉപയോഗിക്കാവേ. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കായും ചക്കക്കുരു, മാങ്ങയെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നന്നായിട്ട് അരയ്ക്കണേ, നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം ഈ അരപ്പ്. ഞാനിപ്പോൾ തീയെ സിമ്മിൽ വെച്ചേക്കുക, കാരണം ഇത് അങ്ങനെ തിളച്ചങ്ങ് പോകേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കറിയല്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഒന്ന് കുറുകി വരും കേട്ടോ, തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ. ചിലർക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന ഒഴിച്ചു കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും ഇഷ്ടമേ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതുണ്ട്. ഇനി ഞാൻ തീ ഇച്ചിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആവി വരുമ്പോൾ ഇതങ്ങ് നിർത്തിയാൽ മതി. ഇത് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതേ കറിക്കകത്ത് നമുക്ക് ഉണക്കക്കൊഞ്ച് ഒക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കാം. മാങ്ങയും ഉണക്കക്കൊഞ്ചും ഈ മുരിങ്ങയ്ക്ക, ചക്കക്കുരു എല്ലാം കൂടി ഇട്ട് അങ്ങനെയും കറികളൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി കൊടുക്കണേ. ഉപ്പ് ഇല്ലെങ്കിൽ ആഡ് ചെയ്യണം. ഒരു സ്വല്പം കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ഉള്ളപ്പോഴും അതിനകത്ത് പുളി കാണുമല്ലോ, ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഒരു സ്വല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അല്ലേ, കാണാമല്ലോ, നല്ല പോലെ ആവി വരുന്നുണ്ട്. ഈ നല്ല പോലെ ആവി വന്ന് കഴിയുമ്പോഴത്തേന് ഈ അരച്ച തേങ്ങയൊക്കെ ആ സമയം കൊണ്ട് അതൊന്ന് കുക്കാകുക. ആ ഒരു പച്ച ചൊവയൊക്കെ മാറി കുക്കായിക്കോളുവേ. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് കടുകൊക്കെ വറുത്തിട്ടാൽ മതി. നമുക്കിനി കടുക് വറുത്തിടാവേ. ഒരു ചെറിയ കടായിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ
കുറച്ച് ഉലുവ ഇടണേ, കുറച്ച് കടുക്. ഉലുവ ഇതിനകത്ത് ഇടാൻ മറക്കരുത്. ഉലുവ ഇടുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഉലുവ ഇട്ട് പൊട്ടിച്ചില്ലേ ഉലുവയുടെ പൊടിയാണേലും മതി കേട്ടോ. ഉലുവയുടെ പൊടിയാകുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടേ പൊടി ഇടാവുള്ളേ എണ്ണയ്ക്കകത്തോട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതിലേക്ക് ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ നമ്മളൊരു 3 വറ്റൽമുളക്. ഈ കടുകൊക്കെ ഇങ്ങനെ താളിക്കുമ്പോൾ ഇച്ചിരി വറ്റൽമുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റാണ് ഈ കറിക്ക്, നല്ല രുചിയാണ് അന്നേരം. ആവശ്യത്തിന് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഉള്ളി ഒരു ബ്രൗൺ കളറായില്ലേ, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണേ. ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ നല്ല ഭംഗിയായില്ലേ, കറി കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കഴിക്കാനും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണേ. അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം ആ കറിക്കകത്തോട്ട് തന്നെ അപ്പോൾ ഇറങ്ങുന്നു. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരു മുരിങ്ങയ്ക്ക മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ ഇത്, അതുപോലെ തന്നെയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന കറിയാണ്. നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണവും ഉണ്ട് കേട്ടോ. വേറെ വിഷാംശമൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് കഴിയുന്നത് നമ്മൾ കുക്ക് ചെയ്യാമെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം നമ്മുടെ ഹെൽത്തിനും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.